ഇന്ത്യയിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കും അതുപോലെ തന്നെ വിവിധ ഓർഗനൈസേഷനുകൾക്കും ഒക്കെ വിദേശത്ത് നിന്ന് പണം വരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായൊരു നിയമമാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന FCRA നിയമം. ആ FCRA നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ എടുത്തവർക്ക് മാത്രമേ ഇങ്ങോട്ട് പണം കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി കേൾക്കുന്നത് KP യോഹന്നാനൊക്കെ ഈ FCRAയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗോസ്പൽ ഏഷ്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനമൊക്കെ തന്നെ ആയിരക്കണക്കിന് കോടി രൂപ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് വലിയ FCRA ലംഘനം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു FCRA ലംഘനങ്ങളൊക്കെ തന്നെ നേരത്തെ നടന്നിരുന്നു. കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ എളുപ്പത്തിൽ കിട്ടിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് കോൺഗ്രസിൻ്റെയൊക്കെ ഒരു ഭരണകാലത്ത്. പക്ഷേ 2014 നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് കുറച്ചുകൂടി കർക്കശമാക്കുകയും ഡൽഹിയിൽ തന്നെ അവർക്കെല്ലാം ഈ FCRA രജിസ്ട്രേഷൻസ് എടുക്കുന്നവർക്കൊക്കെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന് പറയുകയും കൂടാതെ അവരെ ഒരിക്കൽ കൂടി റീ എക്സാമിൻ ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ പറയുന്ന മദർ തെരേസയുടെ സിസ്റ്റേഴ്സിനൊക്കെ അടക്കമുള്ള FCRA നിയമങ്ങൾക്കൊക്കെ അടക്കം ചില പുതുക്കി കൊടുക്കാൻ ചില വൈകല്യങ്ങളുണ്ടായി എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് 30,000-ഓളം വരുന്ന രജിസ്ട്രേഷനുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 20,000-ലധികം വരുന്ന രജിസ്ട്രേഷനുകൾ ഇപ്പോൾ ക്യാൻസൽ ആവുകയും ഏതാണ്ട് ഒരു 15,600-ഓളം വരുന്ന രജിസ്ട്രേഷനുകൾ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ എന്നുള്ളതുമാണ് ചില രേഖകൾ നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ ആ FCRA റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ മാർച്ച് 25, 2026 ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ ഒരു അമെൻമെൻറ്റ് ഈ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരുന്നു കേന്ദ്ര ഗവൺമെൻറ്. ആ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച അത്തരത്തിലുള്ളൊരു അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അത് BJPയുടെ സാധ്യതകൾക്ക് വലിയ രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടികൾ ഏറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അമെൻമെൻറ്റ് എന്താണെന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരാം. ആ അമെൻമെൻറ്റിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് FCRAയുടെ രജിസ്ട്രേഷൻസ് ക്യാൻസൽ ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുക്കി കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുതുക്കി കിട്ടാത്ത ഓർഗനൈസേഷൻസിനെ മുഴുവനായും തന്നെ, അതായത് അതിൻ്റെ മൊത്തം അസറ്റോടു കൂടി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് അത് ടേക്ക് ഓവർ ചെയ്യാൻ കഴിയും. അത് ഈ പറഞ്ഞ പോലെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുകളൊക്കെ തന്നെ വലിയ തോതിലുള്ള ഓർഗനൈസേഷനുകളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മൈനോറിറ്റി മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻസ്, മുസ്ലിംസിൻ്റെയോ ക്രിസ്ത്യൻസിൻ്റെയോ മാത്രമാണെന്ന് നിങ്ങൾ വിചാരിച്ച് കളയരുത്. നിരവധി ഓർഗനൈസേഷൻസ്, ഇപ്പോൾ ഹിന്ദു ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മാതാ അമൃതാനന്ദമയിയുടെയൊക്കെ ഓർഗനൈസേഷനൊക്കെ ഇതുപോലെ FCRA ലൈസൻസ് ഉള്ളതാണ്. അവർ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മൈനോറിറ്റി മതവിഭാഗങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങൾക്കെതിരെ ഇതൊരു വെപ്പണായി കൂടി ഉപയോഗിക്കപ്പെടുമോ എന്നുള്ളതാണ് അവരുടെ സംശയം. അങ്ങനെ സംശയമുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ അമെൻമെൻറ്റിൽ പറഞ്ഞേക്കുന്ന കാര്യം, ഇതിന് മുൻകാല പ്രാബല്യത്തോടുകൂടി ഗവൺമെൻറ് അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മുൻകാല പ്രാബല്യത്തോടുകൂടി അനുമതി കൊടുക്കുമ്പോൾ നേരത്തെ രജിസ്ട്രേഷൻ ക്യാൻസലായ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാതിരുന്ന സ്ഥാപനങ്ങളുടെ കൂടി അസറ്റുകൾ ഗവൺമെൻറ്റിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചില ആരാധനാലയങ്ങളുണ്ട്, വലിയ സ്വത്തുവകകളുള്ള സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ തന്നെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയുന്ന വ്യാപകമായിട്ടുള്ള തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ തോന്നലുകളെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ റെയിൽവേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അസറ്റ്, ലാൻഡ് അസറ്റുകൾ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ വഖഫ് ബോർഡോ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നുമല്ല, പകരം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് RSSൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിലേക്കുള്ള വന്നിട്ടുള്ള ലേഖനം കൂടി നിങ്ങൾ ഇതുമായി ഈ ഘട്ടത്തിൽ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് എന്താണ് ചെയ്യാൻ പോവുക എന്നുള്ള കാര്യത്തിൽ ഈ ആളുകൾക്കൊക്കെ തന്നെ വലിയ ഭയമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സഭകളൊക്കെ തന്നെ വലിയ പ്രതിഷേധമുയർത്തുകയും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട്. സീറോ മലബാർ സഭയാണെങ്കിലും അതിൻ്റെ മാർ ആൻഡ്രൂസ് താഴത്താണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പം മലങ്കര ഓർത്തഡോക്സ് സഭയാണെങ്കിലും ഒക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് അവരുടെ സഭാ പിതാക്കന്മാരൊക്കെ തന്നെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഞങ്ങളെ ഈ പറഞ്ഞതുപോലെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നിലപാടാണെന്നും ഇത്തരത്തിലുള്ള ഒരു അമെൻമെൻറ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം കൂടി എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഓർക്കണം. ഇതിപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതിയിട്ടുണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൽ കത്തെഴുതിയത് ഈ FCRA രജിസ്ട്രേഷൻ്റെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെന്നും അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം
ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ കത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ തന്നെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെ ഉണ്ട്. കൂടാതെ അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഇത് വളരെ ഒരു കാടൻ നിയമമാണ് എന്നുള്ള നിലക്ക് അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു. ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ തന്നെ ഇവിടുത്തെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മതവിഭാഗങ്ങളൊക്കെ തന്നെ ഇത്തരം ആശങ്കകളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏതാണ്ട് അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തു എന്ന് കേരള BJP വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് പിന്നെയും അതൊക്കെ തന്നെ ഒന്ന് പാച്ചപ്പ് ചെയ്തു. മുനമ്പം സമരത്തിലാണെങ്കിൽ പോലും അവർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. വഖഫിൻ്റെ ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അമെൻമെൻറ്റ് കൊണ്ടൊന്നും യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല എന്ന് പറയുന്ന തോന്നലൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയത്താണ് ഈ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ മതവിഭാഗങ്ങളിലേക്ക് ഒരു ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ, അവരുടെ വോട്ട് ബാങ്കുകളിലേക്ക് ഒരു വിള്ളൽ ഉണ്ടാക്കാനും കാസ പോലെയുള്ള സംഘടന ഉപയോഗിച്ചുകൊണ്ട് അവരെ കൂടെ നിർത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് അത് ഏതാണ്ട് കുറച്ചെങ്കിലും വിജയിക്കുന്നു എന്ന് തോന്നിയ സമയത്ത് ഇപ്പോൾ പാലായിൽ ഷോൺ ജോർജും അതുപോലെ തന്നെ തിരുവല്ലയിൽ അനൂപ് ആൻ്റണിയും ഒക്കെ മത്സരിക്കുന്ന സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് വലിയൊരു തിരിച്ചടിയായി ഇത്തരത്തിലുള്ള പ്രശ്നം കൂടി വന്നുവിട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇലക്ഷൻ വെച്ചുകൊണ്ട് അവർക്ക് ഓരോ കാര്യവും മാറ്റിയൊന്നും വെക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ നിയമം ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിലെ ഇലക്ഷനൊക്കെ അവരെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പോകില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് വളരെ ഈസിലി ഒരു ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ ഒരു അമെൻമെൻറ്റ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലോക്സഭയിൽ പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ ഇത് വലിയ പ്രശ്നമായി മാറുകയും സഭകളൊക്കെ തന്നെ BJPക്ക് എതിരായി തീരുകയും ചെയ്യുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥയാണുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഗുണകരമാവുക തീർച്ചയായിട്ടും LDFിലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ UDFിനൊക്കെ നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ BJPയിലേക്ക് പോകാനിരിക്കുന്ന ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെയൊക്കെ തന്നെ അല്ലെങ്കിൽ സമുദായാംഗങ്ങളുടെയൊക്കെ തന്നെ വോട്ടുകളെ കുറച്ചുകൂടി തടയാൻ ഇത് കാരണമാകും എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ഒരാഴ്ചക്കുള്ളിൽ നടക്കുന്ന സംഭവവികാസങ്ങളാണ് വോട്ടെടുപ്പിനെ കൂടുതലായി ബാധിക്കുക എന്നുള്ളത് കൊണ്ട് ഈ FCRA ആക്ടിൻ്റെ അമെൻമെൻറ്റ് വലിയ തലവേദനയായി BJPക്ക് മാറിയിരിക്കുന്നു. ആ BJPക്ക് മാറിയാൽ ഉറപ്പായിട്ടും BJPയുടെ വോട്ട് പെർസെൻറ്റേജിൽ കുറച്ചുകൂടി കുറവുണ്ടാവും. കാരണം കഴിഞ്ഞ ലോക്സഭയിൽ അവർ തൃശ്ശൂർ നേടിയത് ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റീസ് മതവിഭാഗങ്ങളുടെ വോട്ടുകൾ, അത്തരത്തിലുള്ള വിശ്വാസികളുടെ വോട്ടുകൾ കൂടിയാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ വലിയ കുറവുണ്ടാകുമ്പോൾ തൃശ്ശൂരിലും അതുപോലെ തന്നെ പാലായിലും അതുപോലെ തിരുവല്ലയിലുമൊക്കെയുള്ള BJPയുടെ സ്ഥാനാർത്ഥികളെ, പത്തനംതിട്ടയിലുമൊക്കെയുള്ള സ്ഥാനാർത്ഥികളെ വലിയ തോതിൽ ഇത് ബാധിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം കൃത്യമാണ്. പക്ഷേ ഇത് ആർക്കാണ് അനുകൂലമായി തീരുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ആ വോട്ടുകളൊക്കെ പരമ്പരാഗതമായി കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ കോൺഗ്രസ്സിലേക്ക് അത് തിരിച്ചു പോകുമോ, അതോ ഇപ്പോൾ LDF എടുക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ട് അത് LDFിലേക്ക് കൂടി എത്തിച്ചേരുമോ എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണണം. കാരണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 1%, 1.5% ഇത്തരത്തിലുള്ള വിശ്വാസികളെല്ലാവരും സഭ പറയുന്നതായിട്ട് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതിലുള്ള 1%, 1.5% പോലും മധ്യ കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു വ്യത്യാസമുണ്ടായാൽ പോലും വലിയ തോതിലുള്ള പ്രശ്നമായിരിക്കും BJPക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയാതെ വയ്യ, ലാറ്റിൻ കാത്തലിക് ആയിട്ടുള്ള സഭ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനം LDFിന് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിൻ്റെ അടക്കമുള്ള ഒരു സ്വപ്നങ്ങളെയും സാധ്യതകളെയും ഒക്കെ ബാധിക്കും. അവിടെ KJ മാക്സ് വീണ്ടും ജയിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളത് കൂടിയാണ് വാസ്തവം. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ലാപ്പിൽ FCRA നിയമത്തിൻ്റെ ഭേദഗതി കൂടി BJPക്ക് ഒരു തലവേദനയായിത്തീരുന്നു, പ്രത്യേകിച്ചും കേരളത്തിൽ.